നമുക്കൊപ്പം ശ്രീ സി പി ജോൺ ചേരുകയാണ്. ശ്രീ സി പി ജോൺ, വലിയ ഒരു ആരോപണം ഇ.പി. ജയരാജനെതിരെ പി ജയരാജനെ പോലെ ഒരു നേതാവ് ഉന്നയിക്കുന്നു. ഇതിപ്പോൾ പാർട്ടി 2-3 മാസത്തിന് ശേഷമാണെങ്കിലും അത് അന്വേഷിക്കാനുള്ളൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അന്വേഷിക്കും എന്ന് വരുന്നു. ഇതൊരു നല്ല സമീപനമാണോ? ഹലോ, കേൾക്കാമോ? കേൾക്കാം. ഇപ്പോൾ ഇ.പി. ജയരാജനെതിരെ പി ജയരാജൻ ഉന്നയിച്ച ആരോപണങ്ങൾ, ഒപ്പം പി ജയരാജൻ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ ഇടയായ സാഹചര്യം, ഇത് രണ്ടും അന്വേഷിക്കാൻ CPM എന്ന പാർട്ടി തീരുമാനമെടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതൊരു നല്ല സമീപനമായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇതിനെയാണല്ലോ നമ്മൾ സാധാരണ ഭാഷയിൽ വാദി പ്രതിയാവുക എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആരോപണം ഉന്നയിക്കപ്പെട്ട സന്ദർഭത്തിൽ തന്നെ പി ജയരാജൻ പാർട്ടിയുടെ കളത്തിന് പുറത്തു നിൽക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ ഇവിടെ 2 പ്രശ്നങ്ങളാണ് അവരുടെ മുമ്പിൽ വരിക. പി ജയരാജൻ വേണോ, പി ജയരാജൻ വേണോ? അപ്പൊ അതിൽ പി ജയരാജൻ വേണമെന്നില്ല. പി ജയരാജനെ സ്വാന്തനിപ്പിച്ച് കൂടെ നിർത്തി കൊണ്ടുപോവുക, അതാണ് കരണീയം. പി ജയരാജൻ കുറച്ചു നാളായിട്ട് പുകഞ്ഞ കൊള്ളിയാണ്, അത് പുറത്തു പോകണമെങ്കിൽ പോകട്ടെ എന്ന ഒരു രാഷ്ട്രീയമാണ് നമുക്ക്, സംഘടനാപരമായിട്ടുള്ള ഒരു വിഷയമാണ് നമുക്ക് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല, അതിലുള്ളത് കേവലം കണ്ണൂർ ലോബിക്കകത്തുള്ള പങ്കുവയ്ക്കൽ തർക്കങ്ങൾ മാത്രമാണ്. ആ തർക്കത്തിൽ പാർട്ടി ഇ.പിക്കൊപ്പം എന്ന് താങ്കൾ വിശ്വസിക്കുന്നു? ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ കരുതാം. അതല്ലാതെ നമുക്ക് അവരുടെ എല്ലാ ആഭ്യന്തര കാര്യങ്ങളും ഒരു ഔട്ട്സൈഡിൽ നിൽക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിപ്പോൾ പി ജയരാജനെതിരായ അന്വേഷണം എന്ന് പറയുന്നത് നേരത്തെ തന്നെ ഈ റിസോർട്ടിന്റെ നിർമ്മാണ ഘട്ടത്തിലൊക്കെയും തന്നെ ഈ ആരോപണം പൊതുമണ്ഡലത്തിലുള്ളതാണ്. അത് ഏറെ കാലത്തിന് ശേഷം പാർട്ടിയിൽ ഉന്നയിക്കുന്നു, അത് ചർച്ചയാക്കാനുള്ള ശ്രമം നടക്കുന്നു. അതിൽ ഏതെങ്കിലും തരത്തിൽ മറ്റ് താല്പര്യങ്ങളുണ്ടോ എന്ന് പാർട്ടി അന്വേഷിക്കുകയാണെങ്കിൽ അതിൽ തെറ്റുണ്ടോ? അത് അവിടെ കൊണ്ട് നിൽക്കില്ല. ഇതിൽ തെറ്റും ശരിയല്ല. ഇതിനകത്തുള്ള ഗ്രൂപ്പ് ഇക്വേഷൻസ് ആണ്. ആ ഗ്രൂപ്പ് ഇക്വേഷൻസ് എന്ന് പറയുന്നത് പി ജയരാജൻ മാത്രമല്ല. പി ജയരാജനും ശൈലജ ടീച്ചറും തോമസ് ഐസക്കും ഈ കഴിഞ്ഞ 1ാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഒരു ലോബിയായി പ്രവർത്തിച്ചു എന്ന ഒരു ചർച്ച ആ പാർട്ടിക്ക് പുറത്താണെങ്കിലും വരാന്തകളിൽ നടന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ശൈലജ ടീച്ചറെ പിന്നീട് ഒരു കാര്യത്തിലും തൊടിക്കാതിരുന്നത്. തോമസ് ഐസക്കിനെയും ഒരു കാര്യത്തിലും ഇപ്പൊ ബന്ധപ്പെടുത്തുന്നില്ല. ദേശാഭിമാനിയുടെ പോലും ചീഫ് എഡിറ്ററായിട്ട് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന പുത്തലത്ത് ദിനേശനെയാണ് നിയമിച്ചത്. അപ്പൊ അതിന്റെ അർത്ഥം മുഖ്യമന്ത്രിക്കെതിരെ നീങ്ങിയ ഈ ലോബി, ആ ലോബിയെ ശരിപ്പെടുത്തുക, ബാക്കി കാര്യങ്ങൾ പിന്നെ നോക്കാം എന്നതായിരിക്കണമെന്നാണ് ഞാൻ ഊഹിക്കുന്നത്. ഇപ്പോൾ നമ്മൾ CPM-ലെ വിഭാഗീയത അത് ഏറ്റവും ശക്തമായിരുന്ന കാലഘട്ടമൊക്കെ എങ്ങനെയായിരുന്നു എന്നത് കണ്ടതാണ്. പക്ഷേ 2016 തന്നെ അത് പൂർണ്ണമായും കെടുകയും ഇപ്പോൾ വിഭാഗീയതയില്ലാത്ത പാർട്ടിയായി CPM മാറുകയും ചെയ്തു എന്നതാണ് പൊതുവെ കരുതപ്പെടുന്നത്, അവർ പറയുന്നത്. പക്ഷേ മറ്റൊരു തരത്തിൽ വിഭാഗീയത അതിനുള്ളിൽ ഉണ്ട്, ഇല്ലേ? അതിന്റെ സൂചനകളാണ് ഇത് എന്നാണ് താങ്കൾ പറയുന്നത്. തീർച്ചയായിട്ടും വിഭാഗീയത നയിക്കാനായിട്ട് വയനാടിനെ പോലെയോ ശാന്തനെ പോലെയോ ഉള്ള വലിയ നേതാക്കന്മാർ ഇല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നേതാവിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. പക്ഷേ കണ്ണൂർ ലോബിയിൽ ഗൗരവമായിട്ടുള്ള വിഭാഗീയത നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പി ജയരാജൻ വടകര മണ്ഡലത്തിൽ മത്സരിച്ചതിന് ശേഷം അദ്ദേഹം തോറ്റപ്പോൾ തിരിച്ചു വീണ്ടും സെക്രട്ടറി സ്ഥാനം കൊടുക്കാതെ പി ജയരാജന് കൊടുത്തത് എന്നത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഒരൊറ്റ കാര്യം കൂടി, ഈ വാദി പ്രതിയായി എന്ന് താങ്കൾ സൂചിപ്പിച്ചുവല്ലോ. അപ്പോൾ ഒരു അന്വേഷണം നടന്നാൽ ഇ.പി. ജയരാജൻ രക്ഷപ്പെടും എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ ഈ ആരോപണം ഉയർന്ന സമയത്ത് ഉയർന്നു വന്ന പല കാര്യങ്ങളുണ്ട്, പക്ഷെ വ്യക്തമായ മറുപടി നൽകാൻ ഇ.പി. ജയരാജനോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കോ നൽകിയിട്ടില്ല. എത്ര ഷെയർ, എത്ര ഇൻവെസ്റ്റ്മെന്റ് സംബന്ധിച്ചൊന്നും വളരെ വ്യക്തമായ കണക്കുകൾ പുറത്തുവിടാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് പങ്കില്ല എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത
കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള സാമ്പത്തിക ഇടപാടുകൾ, അതിലെ ക്രമക്കേടുകൾ അദ്ദേഹത്തിന് വിശദീകരിക്കാൻ കഴിയും. പാർട്ടിയിൽ അദ്ദേഹത്തിന് വിശദീകരിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് ഒരു ക്ലീൻ ഇമേജിലേക്ക് തിരിച്ചെത്താൻ കഴിയുമെന്നാണോ താങ്കൾ കരുതുന്നത്? ഇത് പാർട്ടിയല്ലല്ലോ കേരളം ഭരിക്കുന്നത്, ഗവൺമെന്റ് അല്ലേ. പാർട്ടിക്ക് ഈ കാര്യത്തിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അത് വിജിലൻസിന് കൊടുക്കണം. വിജിലൻസ് ആണ് അത് അന്വേഷിക്കേണ്ടത്. വിജിലൻസ് അന്വേഷിക്കുന്നതിന് പകരം പാർട്ടി കോടതി തീർപ്പാക്കേണ്ട വിഷയങ്ങളാണോ അഴിമതി? അഴിമതി എന്ന് പറഞ്ഞ പൊതുമണ്ഡലത്തിൽ വ്യവസായ മന്ത്രിയായിരുന്ന ഒരാൾ ചെയ്തതായിട്ടാണ് അഴിമതി ആരോപണം വന്നത്. അതേപോലെ തന്നെ അവിടുത്തെ റിസോർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ ഇത്തരത്തിലുള്ള പ്രകൃതിക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ പരിസ്ഥിതിക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്നാണ് ആരോപണം വന്നിട്ടുള്ളത്. അപ്പൊ ഇത്തരം ഒരു ആരോപണം നിലനിൽക്കുമ്പോൾ ആ ആരോപണത്തെ വിജിലൻസിന് വിടുന്നതിന് പകരം പാർട്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി അതിൽ നേതൃത്വം പറയുന്ന അഭിപ്രായം എഴുതി വയ്ക്കുക എന്ന് പറയുന്നതല്ലേ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇതൊരു തീവ്രത കുറഞ്ഞ അഴിമതിയാണ് എന്ന് കണ്ടെത്തിയാൽ അവരുടെ പ്രശ്നം തീർന്നു. അതല്ലല്ലോ പൊതുമണ്ഡലത്തിൽ ഒരു മന്ത്രിക്കെതിരെ വന്നാൽ ചെയ്യേണ്ട. ശരി, വളരെ നന്ദി ശ്രീ CP ജോൺ. ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്, കാര്യങ്ങൾ വിശദീകരിച്ചതിനും. ഇപ്പോൾ VV അരുൺ തുടരുന്നുണ്ട്. ശ്രീ VV അരുൺ, CP ജോൺ പറഞ്ഞു നിർത്തിയത് ഇത് പാർട്ടിയല്ല അന്വേഷിക്കേണ്ടത്, അതിന് പുറത്ത് അന്വേഷണം നടക്കേണ്ടുന്ന വിഷയമാണ്. ഇപ്പോൾ പാർട്ടി ഇങ്ങനെ ഒരു വിഷയം അന്വേഷിക്കുമ്പോൾ അത് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കൂടിയുള്ളൊരു വിഷയമാണ്. പുറമേക്ക് അവർ സമ്മതിക്കുന്നില്ല എങ്കിൽ പോലും അങ്ങനെയൊരു അന്വേഷണം പാർട്ടിക്കുള്ളിൽ പരിമിതപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എത്രമാത്രം സാധ്യമാകും? ഇത് രാഷ്ട്രീയമായി പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റെടുക്കാനും ഉപയോഗിക്കാനുമുള്ള ഒരു സാഹചര്യം ഈ ഒരു നീക്കം സൃഷ്ടിക്കില്ലേ? നേരത്തെ തന്നെ ഇതിൽ അന്വേഷണം ആവശ്യപ്പെട്ട പരാതികളടക്കം പോയിരുന്നു. ED-ക്കടക്കം പരാതികൾ പലരും നൽകിയതായും വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നതാണ്. അതിനപ്പുറത്തേക്ക് ഒരു അന്വേഷണത്തിലേക്ക് ഇത് പോകുമെന്ന കാര്യം വ്യക്തമല്ല. കാരണം നേരത്തെ തന്നെ EP ജയരാജൻ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. പാർട്ടിയെ തന്നെ അദ്ദേഹം അറിയിച്ച കാര്യമാണ്. പക്ഷേ സ്വാഭാവികമായും പ്രതിപക്ഷത്തിൻ്റെ ആയുധമാണ്, ഇടതുമുന്നണിയുടെ കൺവീനറാണ് EP ജയരാജൻ. അദ്ദേഹത്തെ കാണാനില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഈ VD സതീശൻ്റെ ഒരു പ്രസ്താവന, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം എന്ന തരത്തിലൊരു പരാമർശം പോലും വന്നിരുന്നു. അദ്ദേഹം ഇത്തരത്തിൽ കാര്യങ്ങളിൽ പൊതുവിൽ എങ്ങനെയാണോ EP ജയരാജൻ കഴിഞ്ഞ പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ചത് ആ രീതിയിലല്ല അദ്ദേഹം ഇപ്പോൾ പാർട്ടി പ്രവർത്തനവുമായി, മുന്നണി പ്രവർത്തനവുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നത്. വലിയ വിമർശനങ്ങൾ വന്ന സാഹചര്യത്തിൽ മാത്രമാണ് അദ്ദേഹം ഈ P ജയരാജൻ്റെ ആരോപണം വന്നതിന് ശേഷം മാത്രമാണ് അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ദീർഘമായ ഒരു ഇടവേളയ്ക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പങ്കെടുത്തത്. AKG സെൻറ്ററിൽ പോലും അദ്ദേഹം എത്തിയത്. അതിനുശേഷം ഒരു മുന്നണി യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു. അതിനു മുമ്പ് ഇത്തരം കാര്യങ്ങളെ പൂർണ്ണമായും വിട്ടുനിന്ന സമീപനമായിരുന്നു EP ജയരാജൻ്റേത്. ഇപ്പോഴും നേതൃത്വവുമായി അത്ര സുരക്ഷിതരല്ല EP ജയരാജൻ്റെ മുന്നോട്ട് പോക്കുന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ടുകൂടിയാണ് എങ്ങനെയാകും പാർട്ടി ഇക്കാര്യത്തിൽ ഈ അന്വേഷണം ഏത് രീതിയിലാകും മുന്നോട്ട് പോവുക. ഈ P ജയരാജൻ അന്ന് ഈ ആരോപണം ഉന്നയിച്ചതിന് പിന്നിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരുടെ അറിവുണ്ടായിരുന്നു, തരത്തിലുള്ള വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ EP ജയരാജനെ പോലുള്ള നേതാവിനെതിരെ ഇത്ര ഗുരുതരമായ ഒരു ആരോപണം, അതും സാമ്പത്തിക ആരോപണം അടക്കം ഉന്നയിക്കാൻ P ജയരാജൻ തയ്യാറാകുമായിരുന്നില്ല. P ജയരാജൻ CPM-ൽ അത്രയധികം നേതൃതലത്തിൽ അത്രയധികം സ്വാധീനമുള്ള ഒരു നേതാവല്ല. അദ്ദേഹത്തിന് അനുയായികളുണ്ട്, ആരാധക വൃന്ദമുണ്ട്. അതിനപ്പുറത്തേക്ക് പാർട്ടിയുടെ ശക്തി അല്ലെങ്കിൽ പാർട്ടിയുടെ സമവാക്യങ്ങൾ അദ്ദേഹം അത്ര ശക്തനായ നേതാവല്ല ഇപ്പോൾ. നേരത്തെ കൊണ്ടായ ഒരു ശക്തി അദ്ദേഹത്തിന് നേതൃത്വവുമായി ഇല്ല, അത്ര അടുത്ത ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ അത്തരമൊരു ആരോപണം ഉന്നയിച്ചെങ്കിൽ അത് നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി ആയിരുന്നു എന്നൊരു വിലയിരുത്തൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു പരാതി ഉയർന്നു വരുമ്പോൾ അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് പോകും, ആരാണിതിൽ ക്രൂശിക്കപ്പെടാൻ പോകുന്നത്, ആർക്ക് എതിരെയാകും ഈ റിപ്പോർട്ടുകൾ വരിക എന്ന കാര്യമൊക്കെ അറിയേണ്ട കാര്യമാണ്. ഏതായാലും രണ്ടും വളരെ പ്രധാനപ്പെട്ട നേതാക്കളാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് അത്തരമൊരു ആരോപണം പൊളിറ്റ് ബ്യൂറോ കമ്മീഷൻ സമിതി അന്വേഷിക്കാൻ ഒരു കാര്യം വളരെ പ്രസക്തമല്ലേ? ഇവിടെ ഇപ്പോൾ വാദിക്കും പ്രതിക്കും എതിരെ അന്വേഷണം എന്ന് വരുന്ന ഒരു സാഹചര്യം, അത് EP-ക്കൊപ്പമാണ് പാർട്ടി എന്ന് സൂചിപ്പിക്കുന്നതാണ് എന്നാണ് CP ജോൺ പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ നിരീക്ഷണം അതാണ്. പുറമേക്ക് നോക്കിയാൽ ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണത്തിൽ എന്താണ് വസ്തുത എന്നതാണ് പ്രാഥമികമായി അന്വേഷിക്കേണ്ടത്. പകരം ഇവിടെ ഇപ്പോൾ 2 പേർക്കും എതിരെ ഒരു അന്വേഷണം എന്ന് പറയുമ്പോൾ അതിൽ അങ്ങനെ ഒരു യുക്തിയില്ലേ? അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം P ജയരാജൻ CPM-ന്റെ സംസ്ഥാന സമിതി അംഗവും EP ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ്. EP-ക്കെതിരെ P ജയരാജൻ ആരോപണം ഉന്നയിച്ചത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലാണ്. അതേ കമ്മിറ്റിയിൽ തന്നെ EP ജയരാജനും തൻ്റെ ഭാഗം വിശദീകരിച്ചു. തനിക്ക് ഈ കാര്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത താൻ
എന്താണോ തനിക്കുള്ള ബന്ധം അത് പാർട്ടിയെ നേരത്തെ അറിയിച്ചതാണ്. അത്തരമൊരു കാര്യത്തിൽ ഇത്തരമൊരു ആരോപണം ഉയർന്നു വരുമ്പോൾ അത് തൻ്റെ പൊതുജീവിതം അവസാനിപ്പിക്കാൻ, തൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാനുള്ള ഗൂഢാലോചന അതിൽ നടന്നിട്ടുണ്ടെന്ന് ഇ.പി. ജയരാജൻ പറയുമ്പോൾ സ്വാഭാവികമായും ആ ഭാഗം കൂടി അന്വേഷിക്കാൻ നേതൃത്വം നിർബന്ധിതമാകും. അദ്ദേഹം അത്രയ്ക്ക് ഉയർന്ന നേതാവാണ്, പാർട്ടിക്ക് അത്ര പ്രധാനപ്പെട്ട നേതാവാണ്. ഇപ്പോൾ ചില സ്വരച്ചേർച്ചയില്ലായ്മയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇ.പി. ജയരാജൻ CPM-ന് ഒറ്റയടിക്ക് തള്ളിക്കളയാൻ കഴിയുന്ന നേതാവല്ല. മുഖ്യമന്ത്രി പിണറായി വിജയനും ആ രീതിയിൽ ഒഴിവാക്കാൻ കഴിയുന്ന നേതാവല്ല ഇ.പി. ജയരാജൻ. മുഖ്യമന്ത്രിയുമായി അത്രയധികം ആത്മബന്ധമുണ്ടായിരുന്ന ഒരുപക്ഷെ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും ആ ഒരു നേതാവാണ് ഇ.പി. ജയരാജൻ. അത്തരമൊരു നേതാവിനെ വളരെ പെട്ടെന്ന് ഏതെങ്കിലും ഒരു പരാതിയുടെ പേരിൽ, അതും പാർട്ടി ഇന്ന് പി ജയരാജൻ സമിതിയിൽ വിശദീകരിച്ച അടിസ്ഥാനത്തിലാണെങ്കിൽ പുറത്തൊരാൾ നൽകുന്ന പരാതിയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ പേരിൽ മാത്രം നടപടിയെടുത്ത് പുറത്താക്കാൻ കഴിയുന്ന നേതാവല്ല ഇ.പി. ജയരാജൻ CPM-നെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടുകൂടിയാണ് ഈ രണ്ടു ഭാഗവും അന്വേഷിക്കാനുള്ള തീരുമാനം നേതൃത്വത്തിനുണ്ടാകുമെന്ന് പറയാൻ കഴിയുന്നത്.